ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാസ് വേൾഡ്. ഇന്ന് നമുക്കൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയാലോ? ഒരു പാഷൻ ഫ്രൂട്ട് മൊജിത്തോയും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാഷൻ ഫ്രൂട്ട്, ലൈം, മിൻറ്റ് ലീവ്സ്, ജിഞ്ചർ, ചില്ലി, sugar, pinch of salt, ice cubes, soda water and chilled water. പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് അതിൽ നിന്നും പൾപ്പ് എടുക്കുക. അതിനുശേഷം ഈ പൾപ്പും ഒരല്പം വെള്ളവും ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുക. കുരുവൊന്ന് മരണ്ട് പോർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് നമുക്കതിൻ്റെ ജ്യൂസ് കളക്ട് ചെയ്യാം. ഇതിൻ്റെ കുരു നമ്മൾ കളയുന്നില്ല കേട്ടോ, അത് അവസാനം ജ്യൂസിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സോ അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും നല്ല തണുത്ത ഒരു 1.5 ഗ്ലാസ് വെള്ളവും കുറച്ച് ഐസും ഒരു വലിയ ലെമണിൻ്റെ ജ്യൂസും പിന്നെ ഒരു കഷ്ണം പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇത്രയും മിൻറ്റ് ലീവ്സും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ഒരു ചെറുനാരങ്ങ ചെറുതായി അരിഞ്ഞതും കൈ നിറയെ മിൻറ്റ് ലീവ്സും ചേർത്ത് ഒന്ന് മഡിൽ ചെയ്തെടുക്കാം. ഒന്ന് നല്ല പോലെ സ്ക്യൂസ് ചെയ്ത് കുത്തിയെടുക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ചെറുനാരങ്ങളുടെ ജ്യൂസും മിൻറ്റിൻ്റെ ഫ്ലേവേഴ്സും പിന്നെ ചെറുനാരങ്ങയുടെ തോളിൻ്റെ എസൻസ് ഒക്കെ അതിലേക്ക് ഇറങ്ങണം. ഇതിനി ഒരു ജഗ്ഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഈ ജഗ്ഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അരിപ്പയിലേക്ക് കൂടി അരിച്ച് ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് മിൻറ്റ് ലീവ്സും നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ്സും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ജ്യൂസ് സെർവ് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് മാത്രമേ നമുക്ക് സോഡാ വാട്ടർ ആഡ് ചെയ്യണ്ടൂ. അപ്പോൾ സോഡാ വാട്ടർ ഫുള്ളായിട്ടും വേണ്ട കേട്ടോ, നമുക്കൊരു 1/4 ഭാഗം സോഡാ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇത് ചെറുനാരങ്ങയുടെ തൊലി ചിരണ്ടി എടുത്തതാണ്. ഇതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഒരു കഷ്ണം ചെറുനാരങ്ങയും കുറച്ച് ഫ്രഷ് മിൻറ്റ് സ്പ്രിങ്ങും വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ റിഫ്രഷിംഗ് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ആ പാഷൻ ഫ്രൂട്ടിൻ്റെയും ലെമണിൻ്റെയും മിൻറ്റിൻ്റെയും ജിഞ്ചറിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.